ചേമ്പ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചേമ്പ് നല്ലോണം ക്ലീനാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾ, മുളക്, പച്ചമുളക്, ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനി ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് ഉടച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്നങ്ങ് ഉടച്ചാൽ മതി. ഇതിലേക്ക് ഇനി തേങ്ങ വേണം. തേങ്ങയിലേക്ക് 3-4 ചെറിയുള്ളി, ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം ചേമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചേമ്പ് കറി നമ്മൾ മോരൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമായാൽ നമ്മുടെ കറി നല്ലപോലെ ലൂസായി പോകും. ഇതിലിനി മോരും കൂടി ഒഴിക്കാനുള്ളതാണ്. നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമുള്ള മോര് ഇതിൽ ഒഴിച്ച് നോക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല പുളിയുള്ള മോരാണ്, കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ മോര് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കിനി നമുക്ക് എണ്ണ കാച്ചി ഒഴിക്കാം. ഉപ്പേരിക്ക് ചക്കയാണ്. അപ്പോൾ ചെറിയ ഈ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഉപ്പേരി വെക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കയ്യിൽ വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ടെങ്കിൽ കയ്യിലൊന്നും ഇതിൻ്റെ ഈ ഒരു വളഞ്ഞീര് ആവില്ല. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഒരു പകുതി പീസാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. അപ്പോൾ നമ്മുടെ ചക്ക നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ചൂടൊന്ന് പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഇടിക്കല്ലോ അല്ലെങ്കിൽ അമ്മീമല വെച്ചിട്ട് വേണം ഇതുപോലെ നമ്മൾ കുത്തിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാൻ. മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് ഇത് നല്ല പോലെ അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഉടച്ചെടുക്കലായിരിക്കും നല്ലത്. ഇനി ഇതിലേക്കുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കിയെടുക്കാം. തേങ്ങയിലേക്ക് ചെറിയുള്ളി, അതുപോലെ തന്നെ മുളക്, പച്ചമുളക്, ഞാനിവിടെ ചെറിയ പച്ചമുളകാണ് എടുത്തത്. അതെല്ലാം ചേർത്തിട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വറവിട്ടിട്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് വറവിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ചക്ക ഉപ്പേരിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നാടൻ കറിയും ഉപ്പേരിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.